കേരളം സാധാരണക്കാരന് നൽകുന്ന ആനുകൂല്യങ്ങൾ മുടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ അറ്റകൈ പ്രയോഗം. സംസ്ഥാന സർക്കാരിന് ജനക്ഷേമ പദ്ധതികൾക്ക് പണം ലഭിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി കുറച്ചു. ഇനിയുള്ള 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്ന് 5,944 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ അവസാന ശ്രമം. ക്ഷേമ പ്രവർത്തനങ്ങളെയും വികസന പദ്ധതികളെയും സ്തംഭിപ്പിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഇടക്കാല ബജറ്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും കണക്കിലെടുത്ത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പുരോഗതിയും നേടാൻ സാധിക്കാതെ വന്നതോടെയാണ് കഞ്ഞിയിൽ മണ്ണിടാനുള്ള നീക്കം തുടങ്ങിയത്. കേന്ദ്രത്തിൻ്റെ പുതിയ നടപടിയെ തുടർന്ന് ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക 6,572 കോടി രൂപ മാത്രം. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്കടക്കം ബില്ലുകൾ പാസ്സാക്കി നൽകണം. ശമ്പളവും പെൻഷനും 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം. ഒരു വശത്ത് വികസന പദ്ധതികൾ നിശ്ചയദാർഢ്യത്തോടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ മറുവശത്ത് ക്ഷേമ പദ്ധതികൾ മുടക്കം കൂടാതെ പ്രതിജ്ഞാബദ്ധതയോടെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 42 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും മുടക്കമില്ലാതെ നൽകുന്നു. ഇതിനു പുറമെ 31.34 ലക്ഷം സ്ത്രീകൾക്ക് പ്രതിമാസം 1,000 രൂപ വീതം പെൻഷൻ ഏർപ്പെടുത്തി LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം പിണറായി സർക്കാർ നടപ്പിലാക്കി. കേരളത്തിലെ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള തൊഴിലന്വേഷകരായ ചെറുപ്പക്കാർക്ക് പ്രതിമാസം 1,000 രൂപ സ്കോളർഷിപ്പ് രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്തി. കേരളത്തിലെ എല്ലാ കുടുംബശ്രീ ADS യൂണിറ്റുകൾക്കും പ്രതിമാസ പ്രവർത്തന ഗ്രാൻഡായി 1,000 രൂപ നൽകാൻ തീരുമാനിച്ചു. ഇതെല്ലാം തകർക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനായുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ 3,300 കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. പുതിയ വെട്ടിക്കുറയ്ക്കലിനും അതേ കാരണമാണ് ഇപ്പോൾ കേന്ദ്രം വീണ്ടും പറയുന്നത്.